കാളിദാസ് ജയറാമിന്റെ വിവാഹം ഗുരുവായൂരിൽ നടന്നു. ക്ഷേത്രത്തിന് മുന്നിലെ മണ്ഡപത്തിലായിരുന്നു താലികെട്ട്. മോഡലായ തരിണി കലിംഗരായറാണ് വധു. സിനിമാ താരവും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി വിവാഹത്തിൽ പങ്കെടുത്തു. അച്ഛൻ ജയറാമും അമ്മ പാർവതിയും സഹോദരി മാളവികയും ചേർന്ന് കാളിദാസിനെ 7 മണിയോടെ മണ്ഡപത്തിലേക്ക് കൈപിടിച്ചെത്തിച്ചു. പിന്നാലെ അച്ഛൻ ഹരിഹർ രാജനും അമ്മ ആരതിക്കുമൊപ്പം തരിണി കരിങ്കരായർ മണ്ഡപത്തിലേക്കെത്തി. സംസ്ഥാന മന്ത്രിസഭയിൽ നിന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പങ്കെടുത്തു. ഇന്ന് ഉച്ചയ്ക്ക് ഇരുവരും ചെന്നൈയിലേക്ക് മടങ്ങും. ചെന്നൈയിൽ വെച്ച് 11-ാം തീയതി വിവാഹ റിസപ്ഷനും ഉണ്ടാകും. കഴിഞ്ഞ കൊല്ലം നവംബറിലായിരുന്നു കാളിദാസിന്റെയും തരണിയുടെയും വിവാഹ നിശ്ചയം നടന്നത്. സംവിധായകരായ മേജർ രവി, സത്യനന്ദിക്കാട്, നടൻ സിദ്ദിഖ് എന്നിവർ ഗുരുവായൂർ ക്ഷേത്രനടയിലെ വിവാഹത്തിൽ പങ്കെടുത്തു. വൻ ജനാവലിയിലായിരുന്നു വിവാഹം നടന്നത്. വിവാഹ ചടങ്ങറിഞ്ഞ് ഗുരുവായൂർ ക്ഷേത്രനടയിൽ വൻ ജനാവലിയും എത്തിച്ചേർന്നിരുന്നു. പോലീസ് പണിപ്പെട്ടാണ് വധുവരന്മാരെ മണ്ഡപത്തിലേക്ക് എത്തിച്ചത്. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കും അടുത്ത ബന്ധുക്കൾക്കുമായി വിവാഹ സദ്യയും ഗുരുവായൂർ ക്ഷേത്രനടയിൽ ഒരുക്കിയിരുന്നു. കൂടിയ പോലത്തെ ജനങ്ങൾ വീണ്ടും ആ സ്നേഹം കൊണ്ട് മോളുടെ കല്യാണം കാണാൻ വന്നതിലുള്ള സന്തോഷം. നമസ്കാരം. ഞങ്ങളുടെ സന്തോഷം എത്രമാത്രമാണെന്ന് ഒരു വാക്കിലിങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഏകദേശം ഒരു 32 വർഷങ്ങൾക്ക് മുമ്പ് 1992 സെപ്റ്റംബർ 7-ാം തീയതി അശ്വയുടെ കഴുത്തിൽ ഈ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വെച്ച് താലി ചാർത്താൻ ഒരു ഭാഗ്യമുണ്ടായി. അന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഒതുങ്ങുന്ന ഞങ്ങളുടെ കുടുംബം പുതിയൊരു അതിഥി എത്തി, എൻ്റെ കണ്ണൻ, പിന്നെ ഞങ്ങളുടെ ചക്കിമോളെത്തി. ഇന്നിപ്പോൾ 2 അതിഥികളും കൂടി ഞങ്ങളുടെ കൂടെയുണ്ട്. ഒരു മോനും ഒരു മോളും കൂടി. ഞങ്ങൾക്ക് മരുമോളും അല്ല, ഞങ്ങളുടെ മോനും മോളും. എന്തായാലും അത്രയധികം സന്തോഷം. പ്രത്യേകിച്ച് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വെച്ച് നിന്ന് താലി കണ്ണന് താലിൻ്റെ കഴുത്തിൽ താലി ചേർത്താൻ കഴിഞ്ഞതിൽ അത്ര സന്തോഷം. ഇതാണ് വളരെ സന്തോഷമുണ്ട്. സന്തോഷം എന്ന് പറഞ്ഞാൽ പോലെ ഈ ഒരു വർഷം ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു. 2 നിശ്ചയം, കല്യാണത്തിൻ്റെ നിശ്ചയം, പിന്നെ 2 കല്യാണം, എല്ലാം നന്നായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നന്നായിട്ട് നടത്താൻ പറ്റി. എല്ലാം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം മാത്രമാണ്. അത് മാത്രമേ പറയാനുള്ളൂ. എന്നും കുട്ടികളുടെ ലൈഫിലും എല്ലാവരുടെ ലൈഫിലും ഒരു അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. പിന്നെ ആളുകളുടെ പാർട്ടിസിപ്പേഷൻ ഇന്നുണ്ടായത്
പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു സപ്പോർട്ട്, പിന്നെ പബ്ലിക്കിൻ്റെ ഒരു സപ്പോർട്ട്, എല്ലാവരും കല്യാണം കാണാൻ കേരളത്തിന് പല ഭാഗത്തു നിന്നും പണ്ട് 10-32 വർഷങ്ങൾക്ക് മുമ്പ് ജയറാമിൻ്റെയും പാർവതിയുടെയും കല്യാണം കാണാനായിട്ട് അന്ന് കൂടിയ പോലത്തെ ജനങ്ങൾ വീണ്ടും ആ സ്നേഹം കൊണ്ട് മോൻ്റെയും മോളുടെയും കല്യാണം കാണാൻ വന്നതിനുള്ള സന്തോഷം അത് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നെത്തിയ എല്ലാവരോടും എത്ര നന്ദി പറയണമെന്ന് അറിയില്ല. ഒരുപാട് അമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഒരു വിഷ്, അവരുടെയൊക്കെ ഒരു പ്രാർത്ഥന സൈഡിൽ നിന്നുണ്ടായിരുന്നു. നന്നായിരിക്കട്ടെ 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 എന്ന് പറഞ്ഞിട്ട് അതൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യം. ഒരുപാട് സന്തോഷം. ഈ ഒരു വർഷത്തിനുള്ളിൽ 2 വിവാഹമാണ് ഗുരുവായൂരപ്പ സന്നിധിയിൽ. സാധാരണ ഇങ്ങനെ ഒരു വീടുകളിൽ നടക്കുന്നതല്ല. ഏത് രീതിയിലുള്ള ആളുകളാണെങ്കിൽ പോലും അതിൽ അങ്ങനെയില്ല. 6 മാസം കഴിഞ്ഞ് ആവാന്നാണ് പറയുക. 6 മാസത്തിനുള്ളിൽ പാട്ടില്ലെന്ന് പറയും. സന്തോഷം. താങ്ക് യു. ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് ഗുരുവായൂരപ്പൻ്റെ നടയിൽ താലി ചാർത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു. വേറെ ഒന്നുമില്ല. അതൊരു ചെന്നൈയിൽ വെച്ചിട്ടൊരു ഇത് മാത്രമേ ഉള്ളൂ. 11th. ശരി, താങ്ക് യു. അത് സുരേഷ് എല്ലാം സഹോദരനെ പോലല്ല, സഹോദരൻ തന്നെയാണ്. അതെല്ലാ കാര്യത്തിലും എപ്പോഴും ഉണ്ടല്ലോ, എല്ലാ കാര്യത്തിലും. എത്ര വർഷമായിട്ട് സുരേഷ് ഞങ്ങളുടെ വീട്ടിലൊരു മൂത്ത ജ്യേഷ്ഠൻ തന്നെയാണ്. എൻ്റെ മശൂദില് Yeah, okay. Yeah, ready. Fine.